നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരുന്ന റൂമറാണ് ടോണി ക്രൂസ് ജർമ്മൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ളത്. ഇപ്പോൾ അത് ഉറപ്പായിരിക്കുന്നു. ടോണി ക്രൂസ് തന്നെ അക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാർച്ച് മാസത്തിലെ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് അദ്ദേഹം ജർമ്മൻ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തും. അദ്ദേഹം തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അക്കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോച്ച് തന്നോട് ആവശ്യപ്പെട്ടു, അതുകൊണ്ട് തിരികെ എത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഈ ടീമും വെച്ച് യൂറോ കപ്പിൽ കൂടുതൽ സാധ്യതകളുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നു, പീപ്പിൾ ഷോർട്ട് ആൻഡ് പെയിൻലെസ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഞാൻ ജർമ്മനിക്ക് വേണ്ടി മാർച്ചിൽ വീണ്ടും കളിക്കും. എന്തുകൊണ്ടെന്നാൽ എന്നോട് കോച്ച് അങ്ങനെ ആവശ്യപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ കളിക്കാനുള്ള ഒരു മൂഡിൽ തന്നെയാണുള്ളത്. ഈ ഒരു ടീമും കൊണ്ട് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ യൂറോ കപ്പിൽ കൂടുതൽ സാധ്യതകളുണ്ട്. പലരും ഇപ്പോൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ സാധ്യതയുണ്ട് എന്നുകൂടി ഇപ്പോൾ ടോണി ക്രൂസ് നിരീക്ഷിച്ച് വെക്കുന്നുണ്ട്. എന്തായാലും സമീപകാലത്ത് ജർമ്മനിക്ക് അന്താരാഷ്ട്ര ഫുട്ബോളിൽ അത്ര മികച്ച പ്രകടനമല്ല നടത്താൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ വരുന്ന യൂറോ കപ്പ് അത് ജർമ്മനിയിൽ വെച്ചാണ് നടക്കുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ യൂറോ കപ്പ് നടക്കുന്നു. ആ ടൂർണമെൻറ്റിൽ മികച്ച പ്രകടനം നടത്തുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി ടോണി ക്രൂസ് മടങ്ങിയെത്തുന്നു. കാത്തിരിക്കാം എന്തായിരിക്കും ക്രൂസിൻ്റെ പ്രകടനം വരുന്ന യൂറോ കപ്പിൽ എന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.